സമരവേദിയിൽ നമുക്ക് വേണ്ടി നിരാഹാര സമരവേദിയിലിരിക്കുന്ന അച്ഛന്മാർക്കും അംഗങ്ങൾക്കും എൻ്റെ ആയിരം അഭിവാദ്യങ്ങൾ. ഇത് നിലനിൽപ്പിൻ്റെ സമരമാണ്. ഇത് ഇന്ന് വന്നിട്ട് നാളെ ഒഴിച്ചുവിടാനുള്ള സമരമല്ല. ഇത് വിജയം വരെ സമരം ചെയ്യും. ഇത് 100 ദിവസമായാലും ഒരു കൊല്ലായാലും ഇതുപോലെ മുമ്പോട്ട് പോകും. മത്സ്യത്തൊഴിലാളികൾ ആർക്കും പറ്റിക്കാൻ പറ്റില്ല. അവർ വിചാരിക്കുന്നത് ഇവിടെ കളിമണ്ണാണെന്ന്. ഇവിടെ കളിമണ്ണൊന്നുമില്ല. ആ കാലമൊക്കെ പോയി. ഇപ്പം നിങ്ങളെക്കാളും എല്ലാ വിദ്യാഭ്യാസത്തിലും മുന്നിട്ട് നിൽക്കുന്ന ഞാൻ മത്സ്യക്കച്ചവട സ്ത്രീയാണ്. എനിക്കറിയാം. ഞാൻ വായിക്കുന്ന ആളാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ചില നിയമങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. ആർട്ടിക്കിൾ 103 ഇങ്ങനെ പറയുന്നു: ജാതി മത ഭേദമന്യേ എല്ലാ അംഗങ്ങൾക്കും സ്വത്തിനും ജീവനും നിലനിർത്താനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയ്ക്കുണ്ട്. അത് നമുക്ക് അനുവദിച്ച് കിട്ടണം. കിട്ടുന്നത് വരെ ഈ സമരം മുന്നോട്ട്. ഒരു നിയമം പാസ്സാക്കണമെങ്കിൽ രാജ്യസഭയിലും നിയമസഭയിലും അത് വോട്ടിനിട്ട് പാസ്സാക്കണം. 300 ആളുകളുണ്ടെങ്കിൽ 200 പേരുടെ കയ്യൊപ്പ് വേണം. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം യഥേഷ്ടം നാമമാത്രമായ ജനാധിപത്യമേ ഇവിടെ ഉള്ളൂ. ദി ഗവൺമെൻറ് ഓഫ് ദി പീപ്പിൾ, ബൈ ദി പീപ്പിൾ ആൻഡ് ഫോർ ദി പീപ്പിൾ. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭരണ രീതിയാണ് ഇന്ത്യയിലുള്ളത്. ഇത് ഇപ്പം ഇവിടെ ഒന്നുമില്ല. ഗവൺമെൻറ് ഓഫ് ദി ബോസ്, ബൈ ദി ബോസ് ആൻഡ് ഫോർ ദി ബോസ്. അതാണ് ഇവിടെ നടമാടുന്നത്. വലിയവന് വലിയതായ, ചെറിയവന് ചെറിയതായ. ഈ മത്സ്യത്തൊഴിലാളി ഞങ്ങളുടെ കടപ്പുറയുന്നില്ല. ഞങ്ങൾ അവിടെ കിടന്നുറങ്ങിയ സ്ഥലമാണ്. ഞങ്ങളുടെ അമ്മമാർ മീൻ ഉണക്കുന്നത് അവിടെ. രാത്രി ചൂടാകുമ്പോൾ ഞങ്ങൾ അവിടെ കിടന്നുറങ്ങുന്നതാണ്. ഇപ്പോൾ ഒന്നുമില്ല. തീരം അല്ല, ശംഖുമ ക്ഷേത്രം പണ്ട് അവിടെ ഉണ്ട്. നമ്മളെ എത്ര പള്ളികളാണ് ഗവൺമെൻറ്റിന് വിട്ടുകൊടുത്തത്. ISRO വിട്ടുകൊടുത്തു, എയർപോർട്ടിന് വിട്ടുകൊടുത്തു. ഇനിയിപ്പോൾ നമ്മുടെ ജീവനും സ്വത്തും ഒന്നുമില്ല. എല്ലാവരും കൈകാര്യം ചെയ്യും. നമുക്ക് അവസാനം വരെ സമരം ഇത് മുമ്പോട്ട് തന്നെ. നമ്മൾ വേണമെങ്കിൽ ഇന്ന് നിരാഹാരമൊക്കെ റെഡിയായിട്ട് വന്നതാണ്. പക്ഷേ നമ്മളാരും വിളിച്ചില്ല. വിട്ടെങ്കിൽ നമ്മൾ ഇരുന്നതന്നെ. നിരാഹാരമൊന്നും ഒരു കാര്യമൊന്നുമില്ല. നമ്മൾ ഒരു ദിവസമെങ്കിലും പട്ടിണി കിടക്കില്ല. എത്ര ദിവസം വേണമെങ്കിലും കിടക്കും. പിന്നെ ഇപ്പം ഇരുത്തിയാൽ നമ്മളിവിടെ ഇരിക്കും. രാത്രി വരെ ഇരിക്കും. എല്ലാവർക്കും 1000 അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടും എനിക്ക് അവസരത്തെ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടും നന്ദി, നമസ്കാരം.